മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവിടുന്ന് സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:27 കാണുന്ന ഈ അടിസ്ഥാനപരമായ വിശ്വാസമനുസരിച്ച് ഓരോ വ്യക്തിക്കും ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ അളക്കാനാവാത്ത മൂല്യവും വിലയുമുണ്ട്. അത് ദൈവത്തിൻ്റെ വിലയാണ്. ഇത് നമ്മുടെ കഴിവുകളെയോ കുടുംബ ബാക്ക്ഗ്രൗണ്ടോ സ്ഥാനമാനങ്ങളെയോ ആശ്രയിച്ചല്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള ഉത്ഭവത്തെ മാത്രം ആശ്രയിച്ചാണ്. സങ്കീർത്തനം 139 അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു: എൻ്റെ അന്തരംഗങ്ങളെ നീ നിർമ്മിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ എന്നെ നെയ്തെടുത്തു. ഞാൻ ഭയങ്കരമായും അതിശയകരമായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു എന്ന് എൻ്റെ ഉള്ളം നല്ലതുപോലെ അറിയുന്നു. ഈ കാഴ്ചപ്പാട് മനുഷ്യജീവനെ അവസാനിപ്പിക്കുന്ന ഹീനവും ദുഷ്ടവുമായ പ്രവൃത്തികളെ ശക്തമായി എതിർക്കുന്ന ഒരു ധാർമ്മിക നിലപാടിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കണം. വിശുദ്ധരും സഭാപിതാക്കന്മാരും മനുഷ്യജീവൻ്റെ വിശുദ്ധിയും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഊന്നി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ക്രൈസ്തവ കാഴ്ചപ്പാടിൽ ഗർഭഛിദ്രം, അബോർഷൻ, ദയാവധം, യൂത്തനേസിയ, ജീവനും മരണത്തിനുമുള്ള ദൈവത്തിൻ്റെ അധികാരത്തെ കൈയടക്കുന്ന ബോധപൂർവമായ പ്രവൃത്തികളാണ് ദൈവത്തെ നേരിട്ട് റെബല്യസായിട്ട് ചാലഞ്ച് ചെയ്യുന്ന അത്ര മോശമായിട്ടുള്ള ഹീനമായ പ്രവൃത്തിയാണ്. ഈ ഹീനവും നികൃഷ്ടവുമായ പ്രവൃത്തികൾ മനുഷ്യജീവനെ മനഃപൂർവ്വം ഇല്ലാതാക്കുന്ന, നിഷ്കരണം, കൊലപാതകം ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. My dear brothers and sisters in Christ Jesus, these wicked, gruesome acts would fall nothing short of a cold-blooded murder. ജീവിത നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വയതാൽപരവാദങ്ങളിലൂടെയോ വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചോ ജീവൻ്റെ മൂല്യം കുറയ്ക്കാൻ നിങ്ങൾക്കും എനിക്കും ആവില്ല എന്ന ദൈവിക നിലപാട് ഇവിടെ വ്യക്തമാക്കുന്നു. നമ്മുടെ പേരൻസ് നമ്മളെ അബോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ നീയും ഞാനും, സഹോദര സഹോദരി, ഇന്നുണ്ടാവുമോ? ഗർഭസ്ഥ ശിശുക്കൾ, പ്രായമായവർ, വേലാങ്ങർ, ദുർബലർ എന്നിവർക്ക് വേണ്ടി നിലകൊള്ളാൻ ക്രിസ്ത്യാനികൾ വിളിക്കപ്പെടുന്നു. ജീവൻ ദാനമായി നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഴിയും. പ്രതീക്ഷയുടെയും അന്തർലീനമായ മൂല്യത്തിൻ്റെയും മനോഹരമായ ഒരു സന്ദേശം, ജീവൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് നൽകാനും എനിക്കും നിങ്ങൾക്കും സാധിക്കും. ജീവൻ മാനിക്കൂ, ദൈവമാകാൻ ശ്രമിക്കരുത്.